നമസ്തേ, സുപ്രഭാതം. എല്ലാവർക്കും നല്ലൊരു രാവിലെ. ഇന്നത്തെ മോർണിംഗ് മന്ത്രം എന്താണെന്ന് നോക്കാം. ദ ഹാപ്പിയസ്റ്റ് പീപ്പിൾ ഡസൻറ്റ് ഹാവ് ദ ബെസ്റ്റ് ഓഫ് എവറിത്തിങ്, ദേ ജസ്റ്റ് മേക്ക് ദ ബെസ്റ്റ് വിത്ത് എവറിത്തിങ് ദേ ഹാവ്. സത്യമല്ലേ? ഇപ്പോൾ ഒരാൾ നല്ല സന്തോഷമാണ്. ചിലർ മണി ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാവും, ചിലർക്ക് ചില കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാവും. പക്ഷേ എത്ര നാൾ ആ കാര്യങ്ങൾ നടക്കുമ്പോൾ സന്തോഷമായിട്ടിരിക്കും എന്ന് നിൽക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കുഞ്ഞുനാൾ മുതൽ ഇന്ന് വരെയും ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടില്ലേ? എന്തുകൊണ്ട് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് ആയിട്ട് നിന്നില്ല? എല്ലാ സിറ്റുവേഷനിലും നമുക്കൊരു നല്ലത് കണ്ട് അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിൽ നിന്നും ഒരു കുഴപ്പം വന്നു കഴിഞ്ഞാൽ അതിൽ എന്താണ് എനിക്ക് പഠിക്കാനുള്ളത്, അത് പഠിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിലും നമ്മൾ ഹാപ്പി കണ്ടുപിടിക്കും. അല്ലാതെ നമ്മൾ കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ ഇന്നത് കിട്ടിയാൽ ഞാൻ ഹാപ്പിയാകും, ഇന്നത് ഞാൻ ചെയ്തു തീർത്താൽ ഹാപ്പിയാകും, ഇവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഹാപ്പിയാകും, എനിക്ക് കുറേ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാകും. എല്ലാ സിറ്റുവേഷനിലും ഹാപ്പി ആവുക. പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എല്ലാ കാര്യങ്ങളും നടന്നാലും നടന്നില്ലെങ്കിലും നമ്മൾ ഹാപ്പി ആയാൽ അൾട്ടിമേറ്റ് നമ്മുടെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നടക്കാൻ തുടങ്ങും. അവിടെ പരിഭവവും പ്രശ്നങ്ങളുമായിട്ട് നടക്കുകയാണെങ്കിൽ, ആ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരുപാട് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ വേദനിപ്പിക്കുന്ന സമയമാണ് നമ്മൾ തന്നെ. അപ്പോൾ തിരിച്ചറിയുക, നിങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇന്നു മുതൽ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് കിട്ടത്തുള്ളൂ. എല്ലാ കുഞ്ഞു കാര്യമായാലും വലിയ കാര്യമായാലും എന്ത് തന്നെയാണേലും അതിൽ ഇതിലെനിക്ക് പുതിയ കാര്യം പഠിക്കാൻ പറ്റി. അത് ഇപ്പോൾ ഒരാൾ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ, ഇവരെൻ്റെ ഗുരുവാണ്, കാരണം എൻ്റെ തെറ്റുകൾ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അവരുടെ തെറ്റല്ല നമ്മൾ നോക്കേണ്ടത്, അവർ നമുക്ക് എങ്ങനെ തന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അവർക്കും നമുക്ക് കുറ്റം കണ്ടുപിടിക്കാൻ പറ്റില്ല. ബി ഹാപ്പി, ബി ബ്ലെസ്ഡ്. താങ്ക് യു. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും. ഇങ്ങനെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും മാറ്റം ഉണ്ടാവും. ഓക്കെ, ബൈ.